Hi all, welcome to Coolstock YouTube channel. January 22nd, Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അഷിത, ഇപ്പം നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസിൻ്റെ മുമ്പ് ഇന്നലത്തെ BTST ആണ് ആദ്യം നോക്കുന്നത്. ഇന്നലെ വൈകുന്നേരം BTST സിഗ്നൽ ടൈം 3:24 ഇന്നലെ BTST പറഞ്ഞിരിക്കുന്നത് CE ആണ്. എത്രയാ CE? 25,150. 25,150 CE പറയുന്ന നേരത്ത് ഇന്നലെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയ ശേഷം ഡൗൺ ട്രെൻഡാണ്. ഇന്നലെ രാവിലത്തെ 9:26 ട്രേഡ് 29 ട്രേഡും ഡൗണ് വന്ന് ടാർഗറ്റ് ഹിറ്റായി. അത് കഴിഞ്ഞിട്ടും ഇന്നലെ ഡൗൺ ട്രെൻഡാണ്. 11:10 ട്രേഡ് ഇന്നലെ എക്സിക്യൂട്ട് ആയിട്ടില്ല. മാർക്കറ്റ് മേലോട്ടേക്ക് പോയി. പിന്നെയും മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് വന്നു. ഡൗൺ ട്രെൻഡ് വന്നിട്ട് ഇന്നലെ വൈകുന്നേരം 3:24 നമുക്ക് CE കാട്ടി 25,150 CE ആണ് ഇന്നലെ കാട്ടിയത്. അതാണ് ഇന്നലെ ആൾക്കാരോട് ബൈ ചെയ്യാൻ പറഞ്ഞത്. നമ്മളുടെ ക്ലയൻസ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ 161 റുപ്യക്കാണ് അത് വാങ്ങേണ്ടത്. ആ പ്രൈസ് 3:24 കാൻഡിൽ ഇൻഡെക്സിൽ ഉള്ള ഇത് നമ്മൾ സ്ട്രൈക്കിലേക്ക് മാറ്റാണെന്നുണ്ടെങ്കിൽ 161 അതിൻ്റെ ബൈ പ്രൈസ്. 3:24 കാൻഡിലിൻ്റെ ടോപ്പ് 161 നമ്മൾ ബൈ ചെയ്തു. നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് രാവിലെ ഒരു BTSTക്ക് മാക്സിമം നമ്മൾ ഒരു ലോട്ടേ വാങ്ങാൻ പാടുള്ളൂ, അതിലും കൂടുതൽ വാങ്ങരുത്. ആ ഒരു ലോട്ട് ഇനി നമുക്ക് എക്സിറ്റ് ടൈം എന്ന് പറയുന്നത് 9:25 അതിൻ്റെ മാക്സിമം. കഴിയുന്നതും നമുക്ക് പ്രീ മാർക്കറ്റ് കഴിയുമ്പം തന്നെ എവിടെയാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് അറിയാം. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഓപ്പൺ ആവുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് നല്ല പ്രോഫിറ്റിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിന് 9:15 ക്യാൻഡിൽ തന്നെ നമ്മൾ എക്സിറ്റ് ആവണം. 161 നമ്മൾ ബൈ ചെയ്തത്. രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ വന്നപ്പം തന്നെ ആ ക്യാൻഡിൽ പോയി നിൽക്കുന്നത് 272 പോയി നിന്നത്. അപ്പൊ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിന് എക്സിറ്റ് ആവണം. അവിടെ വെച്ചിട്ട് മാർക്കറ്റിന് എക്സിറ്റ് ആവുന്ന നേരത്ത് എത്ര ഡിഫറൻസ് അതൊരു 11 രൂപ. അതെ, 111 റുപ്യന്റെ ഡിഫറൻസ് വന്നു. അപ്പൊ ആ 111 റുപ്യ എന്ന് പറയുന്നത് അവസാനം 261, 62 272 വരെ വിക്കാണ്. ആ വിക്കിൽ ചിലപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്താൽ തന്നെ നമ്മൾ മാർക്കറ്റിന് അടിച്ചാൽ തന്നെ നമുക്കൊരു 263, 64 ഓർഡർ എക്സിക്യൂട്ട് ആവും. ഒരു 100 രൂപന്റെ അടുത്ത് വരെ ഉറപ്പായിട്ടും 100 റുപ്യ കിട്ടും. ഒരു ലോട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പ്രൈസിൽ എക്സിറ്റ് ആവാൻ പറ്റിയാൽ 7,215 റുപ്യൻ്റെ അടുത്ത് നമുക്ക് പ്രോഫിറ്റായി. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 10,465. പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നിയർലി 70%, 69% മേലെ നമുക്ക് BTSTയിൽ പ്രോഫിറ്റായി. ഇതാണ് BTSTൻ്റെ റിസൾട്ട്. BTST കഴിഞ്ഞ ശേഷം നമ്മൾ രാവിലത്തെ ക്യാൻഡിൽ ഓപ്പൺ ആയല്ലോ. 9:15 ക്യാൻഡിൽ ഓപ്പൺ ആയി. 9:15 ക്യാൻഡിൽ ഓപ്പൺ ആവുന്നതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ഇത് ഇൻഡെക്സ് ആണ്. നിഫ്റ്റി 50 ഇൻഡെക്സിൽ ആദ്യത്തെ ക്യാൻഡിൽ ഓപ്പൺ ആയപ്പം അവിടെ ഒരു സിഗ്നൽ വന്ന് നിൽക്കും. ഇത് നമുക്ക് ദിവസം ട്രേഡ് സ്റ്റാർട്ട് ആവുന്ന നേരത്തുള്ള ഫസ്റ്റ് സൂചനയാണ്. എന്തവിടെ വന്ന് നിൽക്കുന്നത്? 25,350 PE. 25,350 PE പ്രൈമറി സിഗ്നൽ രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിലിൽ 25,350 PE ആണ് വന്ന് നിൽക്കുന്നത്. അപ്പം എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയാൽ പോലും ഡൗൺ ആവാനുള്ള ഒരു സൂചനയാണ് ആദ്യത്തെ ക്യാൻഡിൽ നമുക്ക് നമ്മളുടെ ഇൻഡിക്കേറ്റർ നൽകുന്നത്, അല്ലേ? ആദ്യത്തെ ക്യാൻഡിൽ 9:15 ഓപ്പൺ ആയ ക്യാൻഡിൽ തന്നെ നമുക്ക് PE എന്ത് കാട്ടി?
പ്രൈമറി സിഗ്നൽ നമുക്ക് തന്നു. അത് ഗ്യാപ്പ് അപ്പാണ്. മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പായിരുന്നു. നമുക്ക് BTST നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റി. പക്ഷെ 9.4 വന്ന ഈ സിഗ്നൽ വെച്ചിട്ട്, ഈ ലേബിൾ വെച്ചിട്ട് ഇന്ന് ഗ്യാപ്പ് അപ്പിലായാൽ പോലും മാർക്കറ്റ് ഒന്നും കൂടി ഡൗൺ ആവാനുള്ളൊരു സൂചന നൽകി. നമ്മൾ മുന്നോട്ട് പോയി നോക്കുക എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. മാർക്കറ്റ് മൂവ് ചെയ്യുന്ന രണ്ടാമത്തെ ക്യാൻഡിലായി. മൂന്നാമത്തെ ക്യാൻഡിൽ യൂഷ്വലി നമ്മളുടെ സ്കാനർ ക്യാൻഡിലാണ് ഈ ചെറിയ യെല്ലോ. അടുത്തതും സ്കാനർ ക്യാൻഡിൽ വന്നു, യെല്ലോ ആണ്. ഇനി അടുത്തതും സ്കാനർ ക്യാൻഡിലാണ്. ആ സ്കാനർ ക്യാൻഡിലുകൾ കഴിഞ്ഞാൽ ഇതും സ്കാനറാണ്. ഇനി നമുക്ക് എത്ര മണിക്കാണ് സിഗ്നൽ വരാൻ പോകുന്നത്? 9:29 ആദ്യത്തെ സിഗ്നൽ നമുക്ക് വരും. ആ സിഗ്നൽ വരുന്ന നേരത്ത് ആ സിഗ്നലിന്റെ പേര് കുൾസ്റ്റോക്ക് അനാലിസിസ്. കുൾസ്റ്റോക്ക് അനാലിസിസ് എന്ന് പറയുന്ന സിഗ്നലാണ് വരിക. ആ സിഗ്നൽ വരുന്ന നേരത്ത് അതിന് തൊട്ട് മുമ്പുള്ള സ്കാനിങ്ങും കഴിഞ്ഞു. എന്താണ് 9:29 തരാൻ പോകുന്ന സിഗ്നൽ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ടേബിൾ എന്താ സ്ഥിതി? ഓൾ ബുള്ളിഷ് ആണ്. വോളിയം മാത്രം കുറവാണ്, ബാക്കി എല്ലാം ബുള്ളിഷ് ആണ്. സ്ട്രെങ്ത് സ്ട്രോങ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്. SNK ടോട്ടൽ, SNK എന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററിന്റെ ടോട്ടാലിറ്റി, അതും ബുള്ളിഷ് ആണ്. സീറ്റ ബുള്ളിഷ് ആണ്. സിഗ്മ ബുള്ളിഷ് ആണ്. വോളിയം നെഗറ്റീവ് ആണ്. ഇത് മാത്രമാണ് നമുക്ക് സി വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ടേബിള്, ഇത് നമുക്ക് ഡാഷ്ബോർഡ് പോലെ ഈ ടേബിൾ നോക്കുമ്പോൾ അറിയാം ഇന്ന് വന്നാൽ വോളിയം ബിൽഡ് ആയിട്ടില്ലെങ്കിൽ സി ആണെന്നുണ്ടെങ്കിൽ മേലോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പി ആണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്തും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോവും SNKയും ZTയും സിഗ്മ ഒക്കെ പോസിറ്റീവാണ്. അപ്പം പിക്കും സാധ്യത വന്നാൽ തന്നെ നമ്മൾ 12% പ്രോഫിറ്റിൽ എക്സിറ്റ് ആവണം. സി ആണെങ്കിലും 12% എക്സിറ്റ് ആവുന്നതാണ് യുക്തി. രണ്ടാമത്തെ കാരണം എന്താണ്? കോൺഫ്ലിക്റ്റ് വന്നു ഇവിടെ. അതെ, BTST കോളാണ് വന്നത്. ഇന്ന് രാവിലെ 9:15 സിഗ്നലില് പുട്ടാണ് കാണിച്ചത്. ഇന്ന് രാവിലെ പ്രൈമറി സിഗ്നലില് പുട്ടും ഇന്നലത്തെ BTST കോളും. അപ്പൊ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇന്നലത്തെ മാർക്കറ്റിനെ 9:15 മുതൽ 3:25 വരെ റീഡ് ചെയ്തിട്ട് ഗ്യാപ്പ് അപ്പ് എന്ന് മാർക്കറ്റ് അല്ലെങ്കിൽ സി ആണ്. ഇന്ന് 22-ാം തീയതി മാർക്കറ്റ് മേലോട്ട് പോകാനാണ് സാധ്യത എന്ന് 3:25 റീഡ് ചെയ്ത് പറയുന്നു. പറഞ്ഞ പോലെ തന്നെ പിറ്റേന്ന് മാർക്കറ്റ് മേലെയാണ് ഓപ്പൺ ആയത്. പക്ഷെ ഓപ്പൺ ആയ വൈക്ക് തന്നെ പ്രൈമറി സിഗ്നൽ പറയുന്നു മാർക്കറ്റ് വീഴാൻ പോവാണ് എന്ന്. ഇനി നമ്മളുടെ സ്കാനർ ക്യാൻഡിലുകൾ കഴിഞ്ഞു, അടുത്തത് സിഗ്നൽ വരാൻ പോവാണ്. ആ സിഗ്നൽ എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആ സിഗ്നൽ വരുന്നത് 9:25. 9:29 കറക്റ്റ്. പക്ഷേ ഇതാ തെറ്റിപ്പോയതാണ്. 9:29 ആ സിഗ്നൽ വരിക. 9:29 സിഗ്നൽ വന്നു. ആ സിഗ്നൽ എത്രയാണ്? 25,400 CE. 25,400 CE. 9:29 സിഗ്നൽ 25,400 CE. അവിടെ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്. SNK സിഗ്നൽ മൊത്തത്തിൽ ബുള്ളിഷ് ആണ്. ZTയും സിഗ്മയും ഉണ്ട്. വോളിയം മാത്രമാണ് മൈനസ് നിൽക്കുന്നത്. നമുക്ക് ഈ ട്രേഡ് എടുക്കാൻ പാടുണ്ടോ? യെസ്, എടുക്കാം. കാരണം ഇവിടെ 3 ഗ്രീൻ ഡോട്ട് ആണ്. നമ്മൾ ഈ പ്രൈസിലേക്ക് വന്ന ട്രേഡ് എടുക്കുക. പക്ഷെ ഇവിടെ കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ട് ഈ 2 സിഗ്നൽ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഇതും കോൺഫ്ലിക്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ എടുത്താൽ നമ്മൾ 12% എക്സിറ്റ് അടിക്കുന്നതാണ് യുക്തി. അതുകൊണ്ടാണ് ഈ ലേബിള് ഒരു ഓറഞ്ച് യെല്ലോയിഷ് ഓറഞ്ചിൽ നിൽക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മെറൂൺ കളറിലായിരിക്കും പി ഉണ്ടാവുക. ആ സി ആണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. ഇന്ന് കോൺഫ്ലിക്റ്റ് ഉള്ളത് കൊണ്ടാണ് യെല്ലോ ഓറഞ്ച് ആയിട്ട് ഇത് നിൽക്കുന്നത്. അപ്പം നമുക്കത് മുൻകൂട്ടി തരുന്ന സൂചനയാണ്. നമുക്ക് ഇന്ന് മാർക്കറ്റ് മേലോട്ടേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും കുറവാണ് എന്ന്. നമുക്ക് അതിൻ്റെ ബൈ പ്രൈസ് നോക്കാം. ബൈ പ്രൈസ് തിരഞ്ഞെടുക്കുന്നത് ഇൻഡെക്സിൽ 9:25 വന്നത് കൊണ്ട് 9:29 വന്നതിനെ കൊണ്ട്
9:29 കാൻഡിൽ സ്ട്രൈക്കിൽ ആ സ്ട്രൈക്ക് എടുത്തിടുക. ആ സ്ട്രൈക്കിൽ 9:29 കാൻഡിലിന്റെ ടോപ്പ് എത്രയാന്ന് നോക്കുക. ആ ടോപ്പാണ് നമ്മളുടെ ബൈ പ്രൈസ്. 9:30 ട്രേഡ് എക്സിക്യൂട്ട് ആവും. യെസ്, 9:30 141 റുപ്യാണ് നമ്മളുടെ ബൈ പ്രൈസ്. 141 റുപ്യക്ക് ഇത് വാങ്ങുന്ന നേരത്ത് നമുക്ക് ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞതിനെ കൊണ്ട് തന്നെ ഇൻഡെക്സിൽ അത് കോൺഫ്ലിക്റ്റ് കാട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ട്രൈക്കിൽ 141 വാങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? 12% ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. യെസ്, 12% ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. 157 12% ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നിടത്ത് വരുന്നത്. അപ്പം 141 വാങ്ങി 157 കൊടുക്കുന്ന നേരത്ത് നമുക്ക് എത്ര റുപ്യാണ് അതിലെ ഡിഫറൻസ്? 16 രൂപ. 16 രൂപ നമുക്ക് അതിലൊരു ഡിഫറൻസ് ഉണ്ട്. 16 റുപ്യ ഡിഫറൻസ് തെറ്റില്ലാത്തൊരു ഡിഫറൻസ് ആണ്. നമ്മൾ എടുക്കുന്നത് 6 ലോട്ടാണ്. അപ്പം നമുക്കൊരു 6240 റുപ്യെങ്കിലും പ്രോഫിറ്റ് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ആദ്യമേ നമ്മൾ 12% 157 ടാർഗറ്റ് ഇട്ട് വെക്കണം. 157 ടാർഗറ്റിലേക്ക് ഇതാ വന്ന് ടാർഗറ്റ് ഹിറ്റായി. എത്ര മണിക്ക് ഹിറ്റായി? 9:34 ഹിറ്റായി. 9:34 ടാർഗറ്റ് ഹിറ്റായി. 6240 റുപ്യ 6 ലോട്ട് വാങ്ങിയവർക്ക് കിട്ടി. ഇന്നലത്തെ BTST ഒരു ലോട്ട് എടുത്തവർക്ക് 7215 റുപ്യ വേണ്ട 7000 റുപ്യ അല്ലെങ്കിൽ 6850 റുപ്യെങ്കിലും കിട്ടി. അതും കിട്ടി. ഇന്ന് ഇപ്പം 6200 കിട്ടിയാൽ ഇപ്പം തന്നെ 12000 റുപ്യേൻ്റെ അടുത്ത് പ്രോഫിറ്റായി. BTSTയിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ട്രേഡ് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് യുക്തി. ഒരു പ്രോഫിറ്റ് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ആ ട്രേഡ് അവിടെ വെച്ചിട്ട് മതിയാക്കണം. അതല്ല പിന്നെയും ട്രേഡ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമ്മൾ ക്വാളിറ്റി ഓഫ് ട്രേഡാണ് ഇമ്പോർട്ടൻറ്റ്, ക്വാണ്ടിറ്റി അല്ല. BTSTയിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ 9:29 ട്രേഡ് എടുക്കുന്നതിൽ തെറ്റില്ല. ഇനി അഥവാ 9:29 ട്രേഡും കൂടി എടുക്കും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റും കൂടി ഉള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? 12% ടാർഗറ്റ് ഓൾറെഡി ബൈ ചെയ്തേ വയ്ക്കുന്ന ടാർഗറ്റ് ഇടണം. ടാർഗറ്റ് ഹിറ്റ് ആവും അല്ലേ? ഇനി എത്ര മണിക്കാണ് അടുത്ത ട്രേഡ്? ഇനി മൂന്നാമത്തെ ട്രേഡ് വരുന്നത്, അതായത് ഡേ ട്രേഡിൽ രണ്ടാമത്തത് വരുന്നത് 11:10. 11:10. അപ്പം ഈ SNKയുടെ പുതിയ വെർഷനിൽ നമുക്ക് ഒരു ദിവസം 2 ട്രേഡ് ഇൻട്രാഡേയും 1 ട്രേഡ് BTSTയും അങ്ങനെയാണ് നമുക്കിതിൽ ട്രേഡുകൾ ഉള്ളത്. ഒരു ദിവസം 3 ട്രേഡ് എന്നുള്ള തോതിലാണ് ഉണ്ടാവുക. അപ്പം 3 ട്രേഡും കൂടി എടുക്കണം എന്നുള്ളതല്ല വേണ്ടത്. ഒന്നാമത്തെ ട്രേഡ് BTST തന്നെ BTST ഒരിക്കലും ഒരു ലോട്ടിൻ്റെ കൂടുതൽ എടുക്കരുത്. ഒരു ലോട്ടേ എടുക്കാൻ പാടുള്ളൂ. BTSTയും കഴിഞ്ഞ് 9:15 ഇന്നത്തെ BTSTയിൽ ഓപ്പണിങ് തന്നെ 100 റുപ്യ പ്രോഫിറ്റ് കിട്ടിയതിനെ കൊണ്ട് രണ്ടാമത്തെ ട്രേഡ് എടുക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. 6700 6800 റുപ്യ പ്രോഫിറ്റിൽ അന്നത്തെ ദിവസം ട്രേഡ് നിർത്തണം. അത് ഒരു ലോട്ട് അത്രേ കിട്ടിയിട്ടുള്ളൂ, എന്നാൽ ഒരു ട്രേഡും കൂടി എടുക്കും. അങ്ങനല്ല വേണ്ടത്. ഇനി അഥവാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റും കൂടി വന്നതിനെ കൊണ്ട് നമ്മൾ 12% എക്സിറ്റ് ആവണം. ഇവിടെ കോൺഫ്ലിക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ സ്ക്രീൻ ചാർട്ട് കണ്ടാൽ അറിയാം. കൃത്യമായിട്ട് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായി. ആ ഹിറ്റായി ഒന്നും കൂടി ഇറങ്ങി രണ്ടാമതും അവിടെ ഹിറ്റായി വരും. അവിടുന്ന് അങ്ങോട്ട് 25,419 420 435 വരെ വരും. 15 പോയിന്റേ അവിടുന്ന് കയറിയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് ഹെവി ഫോളാണ് ഉണ്ടായത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ ക്യാപിറ്റൽ സുരക്ഷിതമാക്കണം. കിട്ടുന്ന പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യണം. അടുത്ത ദിവസത്തെ അടുത്ത ട്രേഡിലേക്ക് കാത്തിക്കണം. അതാണ് ഒരു സക്സസ്ഫുൾ ട്രേഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ട്രേഡ് 11:10 വന്നത്. 11:10 വന്നു. അത് എന്താണ് ഇന്ന് വന്നത്? 25,250 PE. 25,250 PE വന്നു. 11:10 ആ ട്രേഡ്. ആ PE വന്നപ്പം നമ്മളുടെ ബൈ പ്രൈസ് എത്രയാ? 142. 142 നമ്മൾ ബൈ പ്രൈസ്. 142 എങ്ങനെയാ തീരുമാനിക്കുക? 11:10 കാൻഡിലിന്റെ ടോപ്പ്. യെസ്, നമ്മൾ ഇൻഡെക്സിൽ നിന്ന് ആ ട്രേഡ് ഏതാന്ന് മനസ്സിലാക്കി, സ്ട്രൈക്ക് ഏതാന്ന് മനസ്സിലാക്കി, 25,250 പുട്ടാന്ന് മനസ്സിലാക്കി. ആ പുട്ട് നമ്മൾ
ചാർട്ടിലേക്ക് മാറ്റി അവിടെ 11:10 കാൻഡിലിൻ്റെ ടോപ്പ് മാർക്ക് ചെയ്ത് അത് 142 റുപ്യാണ്. 142 റുപ്യയിൽ നമ്മളത് ബൈ ചെയ്യുന്ന നേരത്ത് ഉറപ്പായിട്ടും ഒരിക്കലും ഇതിൻ്റെ ടാർഗറ്റ് 60 പോയിൻ്റാണ് ഈ നമ്മൾ നിൽക്കരുത്. കാരണം നമുക്ക് രാവിലെ BTSTയിൽ ഒരു പ്രോഫിറ്റ് 6800 കിട്ടി, 9-16 ട്രേഡിൽ 6240 കിട്ടി. ഇത് മൂന്നാമത്തെ ട്രേഡ് എടുക്കരുത്. അങ്ങനെ തുടർച്ചയായിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല നല്ലൊരു ട്രേഡ് ചെയ്യേണ്ടത്. ചെയ്ത ട്രേഡ് പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ 2 ട്രേഡ് പ്രോഫിറ്റിലായി കഴിഞ്ഞു. BTST എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ട്രേഡ് രാവിലെ 9:29 ട്രേഡും പ്രോഫിറ്റായി. ഇനി 11:10 ട്രേഡും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത വിലയെന്ന് കൃത്യം 12% നമ്മൾ പ്രോഫിറ്റ് കണക്കൂട്ടണം. 159 ടാർഗറ്റ്, നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞു. കൃത്യം അത് 159 ഹിറ്റായി. 159 നമ്മൾ എക്സിറ്റ് അടിക്കണം. പിന്നെയും അത് മേലോട്ടേക്ക് പോവും എന്ന് വിചാരിച്ചിരിക്കരുത്. ഇനി അഥവാ ഇത് എടുത്ത് മേലേക്ക് നമ്മൾ ടാർഗറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്തരുത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വാങ്ങിയ പ്രൈസ് കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം. അങ്ങനെ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻസ് എത്രയാ? 159 മൈനസ് 142, നമുക്ക് 17 റുപ്യാണ് അവിടെ പ്രോഫിറ്റ്. 17 റുപ്യ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 6 ലോട്ട് എടുത്താൽ 6300 പിന്നെയും പ്രോഫിറ്റ് കിട്ടി. ഇന്ന് 3 പ്രാവശ്യമായിട്ട് 6800, 6400, 6300, 7000, ആദ്യത്തേൽ 7200, രണ്ടാമത്തേൽ 6240, ഇപ്പോൾ 6300 അടുത്ത് പ്രോഫിറ്റ് കിട്ടി. അപ്പം നമുക്ക് ഇന്ന് ഒരു 18,000 റുപ്യൻ്റെ മേലെ പ്രോഫിറ്റ് കിട്ടി. ഓപ്ഷനിൽ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. നമ്മൾ ഒരു ട്രേഡ് 2 ട്രേഡ് ചെയ്യുക, ഒരു 10-12,000 റുപ്യ പ്രോഫിറ്റ് കിട്ടിയാൽ അന്നത്തെ ട്രേഡ് നിർത്തുക. അങ്ങനെ ഹാപ്പി ആവുക. നാളെ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി അടുത്ത ദിവസത്തെ ട്രേഡ് ചെയ്യാൻ തയ്യാറെടുപ്പ് എടുക്കുക. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഫുൾ ടൈം ഇതിൻ്റെ മുന്നിലിരുന്ന് രാവും പകലും ട്രേഡ് ചെയ്യുക എന്ന് പറയുന്ന അല്ല. ട്രേഡർ ഷുഡ് ബി ഓൾവേസ് ഹാപ്പി. ഒരു ട്രേഡ് ചെയ്ത് രാവിലെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. രണ്ടാമത്തെ ട്രേഡ് 9:34 ആവുമ്പോൾ ടാർഗറ്റ് അടിച്ച് മതി, ഇന്നത്തെ ട്രേഡ് മതി. അതല്ല, പിന്നെയും ചെയ്ത് 12% ഇറങ്ങണം. 12% ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് താഴത്തേക്ക് വരും. പിന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവൻ നഷ്ടപ്പെടും. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ട്രേഡ് ചെയ്ത് ശീലിക്കരുത്. അത് വളരെയധികം ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ട്രേഡേഴ്സ് പ്രോഫിറ്റ് അല്ല ലോസിലേക്കാണ് പോകുന്നത്. 10-9 ആക്കും ലോസ് എന്ന് പറയുന്നത്. ട്രേഡിങ്ങിൻ്റെ ലോസിൻ്റെ കാട്ടി തീരുമാനം എടുക്കുന്നതിലുള്ള തെറ്റാണ്. ഈ ഇൻഡിക്കേറ്ററും ഈ സ്ട്രാറ്റജിയും ഒക്കെ വെറും 10%. 90% നമ്മളുടെ മൈൻഡ് സെറ്റാണ്. ഇത്ര പ്രോഫിറ്റ് കിട്ടിയാൽ ഞാൻ ട്രേഡ് നിർത്തും എന്നുള്ള തീരുമാനം എടുക്കുന്നവരാണ് ഒരു സക്സസ്ഫുൾ ട്രേഡർ. അപ്പം ഇന്നത്തെ ട്രേഡ് നമുക്ക് ഏകദേശം ഇതാണ് ഇന്നത്തെ റിസൾട്ട്. ഇന്നത്തെ BTST നോക്കാം. ഇന്നിപ്പോ ഏതാ BTST വന്നിരിക്കുന്നത്? 3:24 BTST 3:24 BTST വരാൻ പോകുന്നത്. അപ്പം 3:24 ഇന്ന് ഏതാ BTST വന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ഡാഷ്ബോർഡ് ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ബുള്ളിഷും ബാരിഷും മാറി മാറി കളിക്കുന്നുണ്ട്. 3:24 ആവട്ടെ. ഏതാ ഇന്ന് വന്നതെന്ന് നോക്കാം. ഇന്ന് 3:24 യെസ് 3:24 ഇന്ന് വന്നിരിക്കുന്നത് 25,300 കോള്. 25,300 കോളാണ്. ആ നേരത്ത് ഡാഷ്ബോർഡിൽ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്, ട്രെൻഡ് ബുള്ളിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷാണ്, സീറ്റ ഉണ്ട്, സിഗ്മ ഉണ്ട്, ഓളിയം മൈനസ് ആണ്. അതുണ്ടാവും. ഈ ഓളിയം മൈനസ് ആവുന്നത് മണി അപ്ലൈക്ക് 3:25 കഴിഞ്ഞ് 3:28 ആൾക്കാർ ബയ്യേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ ഇല്ലാത്ത നേരമാണ്. ഏകദേശം മാർക്കറ്റ് ക്ലോസ് ആവാൻ ഒരു മിനിറ്റും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓളിയം റെഡ് ആയിരിക്കും. പക്ഷെ മൊത്തത്തിൽ ഗ്രീനാണ്, മൊത്തത്തിൽ ബുള്ളിഷാണ്. മൊത്തത്തിൽ ബുള്ളിഷ് ആയതുകൊണ്ട് ഇവിടെ BTST കാട്ടിയിട്ടുണ്ട്. അതിൽ ഗ്രീൻ ഡോട്ടാണ് കാട്ടുന്നത്. നോക്കാം നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നിട്ട് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നെന്തായാലും BTST സക്സസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്
BTST തെറ്റില്ലാത്ത റിസൾട്ട്. ഈ കുൾ സ്റ്റോക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് 80-100% ശരി അങ്ങനെ ഒന്നും ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നില്ല. ഇത് സാധാരണ ഇൻഡിക്കേറ്ററിൻ്റെ കാട്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ചും കൂടി നല്ല റിസൾട്ടുകൾ ഇത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തൃശ്ശൂർ കാൻഡിൽ ലോഞ്ച് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് അവർ. അവിടെ കുറേ മെമ്പേഴ്സ് ആ ഫ്രാഞ്ചൈസി ത്രൂ ട്രേഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പ്രോഫിറ്റ് വളരെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ അനാലിസിസ് ഇവിടെ വെച്ചിട്ട് തീർന്നു. ഇനി നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. ഓക്കെ അക്ഷിത. ഓക്കെ സർ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.